ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിസ്മി കിച്ചണിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സദ്യ സ്പെഷ്യൽ ഓലൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമ്മൾ സദ്യ കറികളിൽ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു കറിയാണ് ഓലൻ. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിന് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നും നോക്കാം. ഓലൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഇത് ഇളവനാണ് കേട്ടോ. ഇളവൻ വേണം. പിന്നെ നമുക്ക് വെള്ളപ്പയർ അഥവാ വൻപയർ വേണം. അതുകൊണ്ട് നല്ലൊരു ബ്രൗൺ കളറായ വൻപയർ തന്നെ എടുക്കാൻ നോക്കുക. പിന്നെ നമുക്ക് വേണ്ടത് മെയിനായിട്ടുള്ളത് തേങ്ങാപ്പാലാണ്. ഞാൻ എന്താ ഒരു വലിയ മുറി തേങ്ങയിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ആദ്യത്തെ തലപ്പാൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതേ തേങ്ങയിൽ വീണ്ടും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് രണ്ടാം പാലും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എരിവിനാവശ്യമായ പച്ചമുളക് വേണം. ഞാൻ ഇവിടെ 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കറിവേപ്പിലയും വേണം. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളിത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇതേപോലൊരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള വൻപയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ വൻപയറിൻ്റെ അളവ് അരക്കപ്പാണ് എടുത്തിട്ടുള്ളത്. വൻപയർ നമ്മൾ ഓലനെടുക്കുമ്പോൾ ഒരിക്കലും കൂടിപ്പോണ്ട കേട്ടോ, പിന്നെ ഒരു പയർ കറി ആയി പോകും. ഇനി ഇതിലേക്ക് അരക്കപ്പ് വൻപയറാണ് എടുത്തത്. അതിലേക്ക് ഞാൻ അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ എത്ര പയറാണ് എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് എത്ര വേവുള്ള പയറാണ് അതനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിക്കേണ്ടി വരും. അപ്പോൾ ഇനി ഇതൊന്ന് ഒരു 3 വിസിൽ വരുന്നത് വരെ ഇത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിന് ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ, പെട്ടെന്ന് അങ്ങോട്ട് അടഞ്ഞു കിട്ടില്ല. നമ്മുടെ വൻപയർ വേകുന്ന സമയം കൊണ്ട് നമ്മളിതിപ്പോൾ പകുതി ഇളവനാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 3 വിസിൽ വന്നിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ അതാ നമ്മുടെ പയറൊക്കെ വെന്തിട്ടുണ്ട്. നമ്മൾ ഓലൻ ഉണ്ടാക്കുമ്പോൾ പയർ ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ലല്ലോ കേട്ടോ, അങ്ങനെ ഉടഞ്ഞു പോകണ്ട. അപ്പോൾ ഇത്രയും വേവ് കറക്റ്റ് പാകമാണ്. കണ്ടോ, ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നേരത്തെ വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഇളവന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുമ്പളങ്ങ വലുതാകാത്തതാണ് കേട്ടോ, ആ ചെറിയൊരു പരുവത്തിലാണ് നമ്മൾ ഇളവനെന്ന് പറയുന്നത്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് എരിവിനാവശ്യമായ പച്ചമുളക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച 5 പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. നമ്മൾ പയറിൽ കുറച്ച് വെള്ളമുണ്ട്, അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഒരു 3 ടേബിൾ സ്പൂണോളൊക്കെ വരുന്ന വെള്ളം ചേർത്തിട്ടുള്ളൂ. പിന്നെ നമുക്കിതിലേക്ക് തേങ്ങാപ്പാലൊക്കെ ചേർക്കാനുള്ളതല്ലേ. പിന്നെ എന്താ പറയുക, ഈ കുമ്പളങ്ങയിലും വെള്ളം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കുക്കറിലായതുകൊണ്ട് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നമ്മളത് സാധാരണ വേറെ പാത്രങ്ങളിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാവും. ഞാൻ ഫ്ലെയിം ഓണാക്കിയിട്ടില്ല കേട്ടോ. ഇതിനി അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരൊറ്റ വിസിൽ വരുമ്പോൾ നമുക്ക് ഓഫാക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഒരു വിസിൽ വന്നിട്ട് പ്രഷറൊക്കെ പോയതിന് ശേഷം അതിൻ്റെ അടപ്പ് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ഇതിൽ കുമ്പളങ്ങയിൽ നിന്ന് ഇറങ്ങി വന്ന ഇളവനിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമുണ്ട്. കണ്ടോ, അതാ പറഞ്ഞത് നമ്മൾ കൂടുതൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല എന്നത്. ആ കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുള്ള രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിക്കൊണ്ടു. ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല, ഫ്ലെയിം ഓൺ ആക്കാം. രണ്ടാം പാലിൽ കിടന്നിട്ട് ഒന്നുകൂടെ ഇതൊന്ന് തിളച്ചൊന്ന് കുറുകി വരണം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം.
ഇപ്പോൾ ഇതാ നന്നായിട്ട് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച തേങ്ങാപ്പാലൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കുറച്ച് കൂടുതൽ ചേർത്താൽ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള അരക്കപ്പ് 1/4 പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തതിന് ശേഷം തിളച്ച് പോകേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇപ്പോൾ കണ്ടില്ലേ, ആ വൻപയറിൻ്റെ കളറൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട്. കണ്ടോ, കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. കണ്ടോ, ആവശ്യത്തിന് കുറുകി തന്നെയാണ് ഇരിക്കുന്നത്. ഇത് ഇനി നന്നായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി കുറുകി വരും. കണ്ടോ, ചെറുതായിട്ട് തള വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ അത് കുരുമുളക് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. നമ്മൾ വെളിച്ചെണ്ണ കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് കുരുമുളക് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ കാലം നമുക്ക് ആട്ടിയ വെളിച്ചെണ്ണ കേടുവരാതിരിക്കും. ഞാൻ എന്താ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ സദ്യ സ്പെഷ്യലായ ഓലൻ. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് ലഭിക്കും. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.